കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാം. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേ ആരാധന, യേശുവേ ദൈവപിതാവേ ആരാധന, യേശുവേ നാഥ ആരാധന. ദിവ്യാത്മാവേ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 65-ാമത്തെ ഒരു വാക്യമുണ്ട്. എന്താണ്? അവൻ പറഞ്ഞു, ഇത് കൊണ്ടാണ് പിതാവിൽ നിന്ന് വരം ലഭിച്ചാലല്ലാതെ എൻ്റെ അടുക്കിലേക്ക് വരാൻ ആർക്കും സാധിക്കുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. യോഹന്നാൻ 6:65. എന്താണ്? അവൻ പറഞ്ഞു, ഇത് കൊണ്ടാണ്, ഏറ്റു പറഞ്ഞേ, ഇതുകൊണ്ടാണ് പിതാവിൽ നിന്ന് വരം ലഭിച്ചാലല്ലാതെ ആർക്കും എൻ്റെ അടുക്കിലേക്ക് വരാൻ സാധിക്കില്ലെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അപ്പൊ ഈ കഷ്ടകാലത്ത് കർത്താവിൻ്റെ അടുത്ത് സ്തുതികളോടെ ഇരിക്കുന്നത് ഒരു വരമാണ്. ഈ വരം നിങ്ങൾ ദൈവത്തോട് ചോദിച്ച് വാങ്ങിക്കണം. പ്രാർത്ഥിക്കുക, കർത്താവേ, ഏത് കാലത്തും പ്രതികൂല കാലങ്ങളിലും അങ്ങയുടെ നാമത്തെ സ്തുതിക്കാനുള്ള വരം നൽകി എന്നെ എന്റെ കുടുംബത്തെ അഭിഷേകം ചെയ്യണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
കണ്ണുനീർ കാഴ്ചകൾ മാത്രമല്ലീശോ പൂർണ്ണമായി നൽകുന്നു ഞാൻ. കണ്ണുനീർ കാഴ്ചകൾ മാത്രമല്ലീശോ പൂർണ്ണമായി നൽകുന്നു ഞാൻ. ജീവിതം മുഴുവൻ ബലിയായണയ്ക്കുവാൻ ഉള്ളിലൊരൾത്താര ഒരുക്കുന്നു ഞാൻ. 56-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യം. 56-ാം സങ്കീർത്തനം 3-4 വാക്യങ്ങൾ നമ്മൾ ധ്യാനിക്കുകയാണ്. എൻ്റെ മക്കളെ, ഇതിൻ്റെ രീതി, ഈ വചനം ഞാൻ വളരെ സ്ലോയിലും ശാന്തമായിട്ടാണ് പറയണത്. എന്തിനിങ്ങനെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വചനത്തിൻ്റെ കറസ്പോണ്ടിങ് അനോയിൻറ്റിങ് ഉണ്ട്. ഈ വചനം നിങ്ങൾ ചുണ്ടുകൊണ്ടിനേക്കാൾ ഉപരി ചങ്കിലിക്കൊണ്ടാണിത് പറയണമെങ്കിൽ തത്സമയം ഇതിൻ്റെ ഈ വചനത്തിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ആ ആത്മധൈര്യം നിങ്ങൾക്ക് അവകാശമാകും. ഇപ്പോൾ ഉദാഹരണത്തിന് സങ്കീർത്തനം 56:3, ഭയമുണ്ടാകുമ്പോൾ ഞാൻ അങ്ങയിൽ ആശ്രയിക്കും. ഇപ്പോൾ രോഗമൊക്കെ ഇല്ലേ, രോഗമോ അല്ലെങ്കിൽ ജപ്തി നടപടിയൊക്കെ ഉണ്ടാകുമ്പോൾ ഭയം ഉണ്ടാകത്തില്ലേ? അപ്പോൾ അതിനാ സങ്കീർത്തനം പറയുന്നത് ഭയം ഉണ്ടാകുമ്പോൾ. ഏറ്റു പറഞ്ഞേ, ഭയമുണ്ടാകുമ്പോൾ. സങ്കീർത്തനം 56:3, ഭയമുണ്ടാകുമ്പോൾ ഞാൻ അങ്ങയിൽ ആശ്രയിക്കും. ഭയമുണ്ടാകുമ്പോൾ ചില ആൾക്കാരെന്ത് ചെയ്യും? ഭയം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യും? ചിലർ മദ്യം കഴിക്കും അല്ലേ? ചില ആൾക്കാർ ഭയം ഉണ്ടാകുമ്പോൾ ഭയം മറച്ചു വെക്കാൻ വേണ്ടി ബഹളവും അടിയും ബഹളമൊക്കെ ഉണ്ടാക്കി കിടക്കും. എല്ലാം ഭയമാണ്. അത് മറച്ചു വെക്കാൻ വേണ്ടിയുള്ള തരികിട പരിപാടികൾ, കുതന്ത്രങ്ങൾ ഒക്കെ ആലോചിക്കും. ഇപ്പോൾ ലോകമനുഷ്യൻ, ലോകത്താനായിട്ട് ജീവിക്കുന്ന ആൾക്കാർ ഭയമുണ്ടാകുമ്പോൾ വേറെ ചില അഭ്യാസങ്ങളാണ് കാണിക്കുന്നത്. കസരത്തുകൾ. ഇപ്പോൾ ദൈവഭക്തിയിൽ കസരത്ത് കാണിക്കത്തില്ല. എന്താണ് പറയണത്? ഭയമുണ്ടാകുമ്പോൾ, ഏറ്റു പറഞ്ഞേ, ഭയമുണ്ടാകുമ്പോൾ ഞാൻ അങ്ങയിൽ ആശ്രയിക്കും. എന്താണ് കാരണം? ആരുടെ വചനത്തെ ഞാൻ പ്രകീർത്തിക്കുന്നുവോ ആ ദൈവത്തെ നിർഭയനായി ഞാൻ ആശ്രയിക്കുന്നു. അപ്പോൾ അങ്ങയിൽ ആശ്രയിക്കുന്നു പറയുമ്പോഴേ കർത്താവിൻ്റെ വാക്കിലാണ് ഞാൻ വിശ്വസിക്കണത്. അതാണ് സംഭവം. കാര്യം ദൈവാനുഗ്രഹം കൊണ്ട് ഒരു മനുഷ്യന് ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ വിഷയങ്ങളെയും, വ്യത്യസ്തമായ കാലാവസ്ഥകളെയെല്ലാം ദൈവം ആ സമയത്ത് നീ എന്താണ് ചെയ്യേണ്ടതെന്ന് വചനം പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങയിൽ ഞാൻ ഭയമുണ്ടാകുമ്പോൾ. ആർക്ക് ഭയമുണ്ടാകണം? ആരുടെ കാര്യം പറയണത്? ദാവീദിൻ്റെ കാര്യം തന്നെയാണ്. ദാവീദിൻ്റെ ഇപ്പം 56-ാം സങ്കീർത്തനത്തിൻ്റെ സിറ്റുവേഷൻസ് മുകളിൽ എഴുതിയിട്ടുണ്ട്. ഏത് സമയത്താണ് ദാവീദ് ഈ സങ്കീർത്തനം എഴുതിയതെന്ന്. ഈ സങ്കീർത്തനമൊക്കെ നമ്മൾ മരിപ്പിനും വരെ പാടുന്നതാണ്. പക്ഷേ സിറ്റുവേഷൻസ് അറിഞ്ഞില്ലെങ്കിൽ അതിൻ്റെ ഫീൽ എന്താണെന്ന് അറിയാൻ പറ്റാതെ വരും. ഇപ്പോൾ ഇതിൻ്റെ സംഭവം എന്താ? 56:3, ഭയമുണ്ടാകുമ്പോൾ ഞാൻ അങ്ങയിൽ ആശ്രയിക്കും. ഭയം ആർക്കുണ്ടാകുമ്പോൾ? ദാവീദിന് ഭയമുണ്ടായ കാര്യം പറയുകയാണ് അദ്ദേഹം. എങ്ങനെ ഭയം ഉണ്ടാകാൻ കാര്യം? അതിൻ്റെ സാഹചര്യം ഇതാണ്. 56-ാം സങ്കീർത്തനത്തിൻ്റെ സാഹചര്യം ഇതാണ്. ഗായസംഘത്തിൻ്റെ നേതാവിന് വിദൂരത്തിലെ മിണ്ടാപ്രാവ് എന്ന്, അതായത് അന്നത്തെ കാലത്ത് ഇസ്രായേലിലെ ഒരു നാട്ടുപാട്ടാണ് വിദൂരത്തിലെ മിണ്ടാപ്രാവ് എന്ന രാഗത്തിൽ ദാവീദിൻ്റെ ഗീതം എപ്പോഴാണ്? ഗത്തിൽ വെച്ച് ഫിലിസ്തീർ പിടികൂടിയപ്പോൾ. അതാണ് സംഭവം. നിസ്സാരമല്ല. അങ്ങർക്ക് ചൊറി വന്നിട്ട, ചിരങ്ങ് വന്നിട്ട ഭയം ഉണ്ടായതല്ല. ഫിലിസ്തീർ പിടികൂടിയിരിക്കുകയാണ്. ആരെ? ദാവീദിനെ. ആരാണ് ഫിലിസ്തീൻ? ഗോലിയാത്തിൻ്റെ ആൾക്കാരാണ്. ഗോലിയാത്തിനെ കൊന്നില്ലേ ഇവൻ? ദാവീദ് ഗോലിയാത്തിനെ കൊന്നില്ലേ? ആ ആൾക്കാർ ഇപ്പം ഇവനെ കൈയോടെ പിടിച്ചിരിക്കുകയാണ്. അപ്പം എന്താ? ഒരു ക്യാപിറ്റൽ പനിഷ്മെൻറ്റാ. ഇപ്പം നമ്മളൊരു വീട്ടിൽ നിന്ന് ഒരാളെ കൊന്നെന്ന് വിചാരിച്ചോ, അപ്പോൾ ഒരു കാലത്ത് ആ വീട്ടിലുള്ള ആൾക്കാരെല്ലാം കൂടി നമ്മളെ വളഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? നമ്മൾ സങ്കീർത്തനം പാടുക. അവിടെയാണ് പ്രശ്നം വരുന്നത്. അതിനാണ് വരവെന്ന് പറയണത്.
ഇങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിൽ ചെന്ന് ചാടുമ്പോൾ പറയണത് എന്താണ്? ഭയമുണ്ടാകുമ്പോൾ ഞാൻ അങ്ങയിൽ ആശ്രയിക്കും. പണ്ടും അങ്ങനെ ഇരുന്ന് ഗോലിയാത്തിനെ കണ്ടപ്പോഴും ഗോലിയാത്ത് ചോദിച്ചു, നീ എന്തിനാ വടിയും കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ദാവീദ് പറഞ്ഞ്, നീ വാളിലും കുന്തത്തിലും കുതിരയിലും ഒക്കെയാണ് ആശ്രയിക്കുന്നത്, ഞാൻ എൻ്റെ കർത്താവിലാണ് ആശ്രയിക്കണമെന്നാണ്. അപ്പോൾ ഗോലിയാത്തിൻ്റെ മുമ്പിലും ഈ എന്തുകൊണ്ടാണ് ദാവീദിനെ ഈശോയ്ക്ക് പോലും എഴുതി തള്ളാൻ പറ്റാഞ്ഞെന്ന് നിങ്ങൾ അറിയണം. ഞാൻ എപ്പോഴും ഓർക്കുകയും ദാവീദിൻ്റെ കയ്യിൽ നിന്ന് കുറേ തെമ്മാടിത്തരം വന്നിട്ടുണ്ടല്ലോ, പിന്നെ എന്നാത്തിനാ കർത്താവ് എപ്പോഴും ഇവനെയും ചുവന്നുകൊണ്ട് നടക്കണത്? ദാവീദിനെ പുത്രാന്ന് ഒരു അന്ധൻ വിളിച്ചപ്പോൾ തന്നെ കർത്താവ് സ്റ്റക്കായി അവിടെ നിന്നോ. തന്നെയാണ് വിളിച്ചതെന്ന് പറഞ്ഞ് അവനെ വിളിച്ചുടനെ. അവൻ്റെ കർത്താവിൻ്റെ പേര് ജീസസ് അവനെ അറിയത്തില്ല, യേശുവാണെന്ന് ഒന്നും അറിയത്തില്ല. ഇനി അറിഞ്ഞാൽ തന്നെ ചിലർ പറഞ്ഞു കൊടുത്തു നസ്രായനെ യേശുവാണെന്ന് ചിലർ പറയുന്നു, അവൻ കേട്ടോ ഇല്ലയെന്ന് അറിയത്തില്ല. നസ്രായനെ യേശുവാണ് പോണതെന്ന് ചില ആൾക്കാർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആ അന്ധനോട്, പക്ഷെ അവൻ കേട്ടോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല. എന്താ കാര്യം? അങ്ങനെ നസ്രായനെ യേശുവാണെങ്കിൽ അങ്ങനെ വിളിച്ചാൽ പോരെ, നസ്രായനെ യേശുവെന്ന് വിളിച്ചാൽ പോരെ. ദാവീദിൻ്റെ പുത്ര എന്നാണ് വിളിച്ചത്. അത് ഇവൻ സമറിയക്കാരനോ വേറെ എന്തോ ആളാണ്. അതുകൊണ്ട് ഇസ്രായേൽക്കാരെല്ലാം ദാവീദിൻ്റെ പുത്രന്മാരായിരിക്കും എന്നുള്ള ചിന്തയിൽ വിളിച്ചതായിരിക്കാം. അങ്ങനെ പല വിഷയങ്ങൾ അതിൻ്റെ അകത്ത് വരണത്. പക്ഷേ ദാവീദിൻ്റെ പേര് കേട്ടപ്പോൾ കർത്താവ് അവിടെ നിന്നു, അവനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പം ഞാനും കർത്താവിനോട് എപ്പോഴും ചോദിക്കും, ഇവൻ എന്നാത്തിനാണ് യേശു എപ്പോഴും ചുവന്നുകൊണ്ട് നടക്കുന്നത്? ഇവൻ ഇതെല്ലാം കുഴപ്പം കാണിച്ചെന്നറിയാവോ? അവൻ കാണിച്ച പല കാര്യങ്ങളും നമുക്ക് അനുകരിക്കാനേ പറ്റത്തില്ല. പക്ഷേ എന്നാ പ്രശ്നം? ഇവൻ എന്നാ കുഴപ്പങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ അനുതാപം അത്രക്ക് പാകതയുള്ള അനുതാപമാണ്. പിന്നെ അതല്ല, ഇവൻ ഗോലിയാത്ത് വന്നാലും ഫിലിസ്ത്യന്മാർ മൊത്തം ഇവനെ വളഞ്ഞു പിടിച്ചാലും ഇവൻ പറഞ്ഞത് എന്താണ്? ഭയമുണ്ടാകുമ്പോൾ ഞാൻ അങ്ങയിൽ ആശ്രയിക്കും. ആരുടെ വചനത്തെ ഞാൻ പ്രകീർത്തിക്കുന്നുവോ ആ ദൈവത്തെ നിർഭയനായി ഞാൻ ആശ്രയിക്കും. ഗോലിയാത്ത് അതായത് ഫിലിസ്ത്യൻസ് മൊത്തം പിടിച്ചിരിക്കുകയാണ് കൊല്ലാൻ വേണ്ടി, അപ്പോഴും കർത്താവിൽ ആശ്രയിക്കുകയാണ്. ഇപ്പം ചിലർ പറയലേ, എൻ്റെ എനിക്ക് ചുറ്റും കടവാണെന്ന് പറയും. ചിലർ പറയും, അച്ഛാ എനിക്ക് വിറ്റ് ചുട്ട് എവിടെയെങ്കിലും പോയാൽ മതി, ഞങ്ങളുടെ വീടിൻ്റെ ചുറ്റും ശത്രുക്കളാണെന്ന് പറയും. അപ്പോഴൊക്കെ അങ്ങനെ പറയുന്ന ആൾക്കാർ ഈ സങ്കീർത്തനം എടുത്ത് എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കണം. എനിക്ക് ചുറ്റും ശത്രുക്കളാണ്, എനിക്ക് ചുറ്റും കടവാണ്, എൻ്റെ തൂക്കത്തിന് തൂക്കം കടവാണെന്നൊക്കെ പറയുന്ന ആൾക്കാരില്ലേ, അവർ ഈ 56-ാം സങ്കീർത്തനം തുടരെ വായിക്കണം. ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ, കർത്താവേ ദാവീദിനെ പോലെ വളരെ പ്രതികൂലമായിട്ടുള്ള എന്ത് സാഹചര്യത്തിലും കർത്താവിന്റെ വചനത്തിൽ ആശ്രയിച്ച് കർത്താവിന്റെ നാമത്തിനെ സ്തുതി പാടുവാൻ എനിക്ക് അഭിഷേകം നൽകണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ. അമ്മയമേരിയും നിർമ്മല സ്നേഹരും നമ്മളോടൊപ്പമുണ്ട് ഈ ബലിയിൽ. അമ്മയമേരിയും നിർമ്മല സ്നേഹരും നമ്മളോടൊപ്പമുണ്ട് ഈ ബലിയിൽ. സ്വർഗം തുറക്കുന്ന പാവന ബലിയിൽ നാം ഒന്നു ചേരുന്നതെന്തു ഭാഗ്യം. സ്വർഗം തുറക്കുന്ന പാവന ബലിയിൽ നാം ഒന്നു ചേരുന്നതെന്തു ഭാഗ്യം. ജീവിതം മുഴുവൻ ബലിയായടയ്ക്കുവാൻ ഉള്ളിലൊരൽത്താരം ഒരുക്കുന്നു ഞാൻ. ജീവിതം മുഴുവൻ ബലിയായടയ്ക്കുവാൻ ഉള്ളിലൊരൽത്താരം ഒരുക്കുന്നു ഞാൻ. ഇതുപോലെ ഏറ്റവും
മനോഹരമായ ഒരു സങ്കീർത്തനമാണ് സങ്കീർത്തനം 57:1. എന്താണ്? വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുമ്പോഴും ഞാൻ അങ്ങയുടെ ചിറകിൻ്റെ കീഴിൽ ശരണം പ്രാപിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. Praise the Lord. നേരിട്ട് പറഞ്ഞ്, വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുമ്പോഴും ഞാൻ അങ്ങയുടെ ചിറകിൻ്റെ കീഴിൽ ശരണം പ്രാപിക്കുന്നു. കൊറോണ വന്ന കാലത്ത്, തുടങ്ങിയ കാലത്ത് ഞങ്ങളെ ഫേസ്ബുക്കിലിട്ട പോസ്റ്റാണിത്. ഈ സങ്കീർത്തനം 57:1. എന്താണ്? ഈ വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുമ്പോഴും. അപ്പോൾ വചനം എന്താ പറയണത്? ഏത് വിനാശം ഉണ്ടായാലും കടന്നു പോകും. കടന്നു പോകും. അതാണ് വചനം പറയണത്. വചനത്തിൻ്റെ നിലപാടതല്ലേ. അതുകൊണ്ടാണ് സങ്കീർത്തനം പറയണത്. എന്താണ്? ആരുടെ വചനത്തെ ഞാൻ പ്രകീർത്തിക്കുന്നുവോ, സങ്കീർത്തനം 56:4, ആ ദൈവത്തെ നിർഭയനായി ഞാൻ ആശ്രയിക്കുന്നു. എന്താ പറയണത്? അതാണ് വിനാശത്തിൻ്റെ വചനം എന്താ പറയണത്? വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ്. ഏറ്റു പറഞ്ഞ്, വിനാശത്തിന്റെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം അങ്ങയുടെ ചിറകിന്റെ കീഴിൽ ഞാൻ അഭയം പ്രാപിക്കുന്നു. അപ്പോഴേ ഒരു ഗുഹയാണ് അദ്ദേഹം ഇരിക്കണതേ. അദ്ദേഹം ഈ സമയത്ത് ഇരിക്കണം. ഈ സങ്കീർത്തനം പാടുന്നത്, ഇത് ദാവീദിൻ്റെ സങ്കീർത്തനമാണ് 57. ഈ സമയത്ത് അദ്ദേഹം ഒരു ഗുഹയിലാണ് ഇരിക്കുന്നത്. മേലോട്ട് നോക്കിയ ഗുഹ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കണം കാണും. ഉടനെ ഈ ഗുഹയെ അദ്ദേഹം യഹോവയുടെ ചിറകാക്കി മാറ്റും. വിശ്വാസിക്ക് അങ്ങനെയൊക്കെയുള്ള ചില ഗുണങ്ങളുണ്ട്. ദാവീദ് ഇരിക്കണ എവിടെയാണ്? ഒരു ഗുഹയിലാണ്. എന്താ കാര്യം? അബിമലേക്കിൻ്റെ അടുത്ത് ചെന്നപ്പോൾ, അബിമലേക്കിൻ്റെ അടുത്ത് ചെന്നില്ല, 34 സങ്കീർത്തനത്തിൽ നമ്മൾ അബിമലേക്കിൻ്റെ അടുത്ത് പോലും ചെന്ന് സാവൂൾ കൊല്ലാൻ വേണ്ടി ഓടിച്ചിട്ടപ്പോൾ അബിമലേക്കിൻ്റെ അടുത്ത് ചെന്നപ്പോൾ എന്നാ പറ്റിയിരിക്കണത്? അബിമലേക്കിനോട് ചോദിച്ച്, വല്ലതും ഞാൻ നിരായുധനാണ്, എനിക്ക് വല്ല ആയുധം ഉണ്ടാ തരാനെന്ന് ചോദിച്ചാൽ പറഞ്ഞ്, നീ കൊന്ന ഗോലിയാത്തിൻ്റെ ആയുധം ദേവാലയത്തിൻ്റെ പുറകിൽ ഞാൻ ചാരി വെച്ചിട്ടുണ്ട്, അതെടുത്തോളാൻ പറഞ്ഞു. അതെടുക്കാൻ വേണ്ടി ചെന്നപ്പോഴാണ് അദ്ദേഹം മറ്റവനെ കണ്ടത്. ആരാണ്? ഒറ്റുകാരനെ കണ്ടത്, സാവൂളിൻ്റെ അനുചരനെ കണ്ടത്. അവിടെ നീ വാളമിടത്തന്നെ ഓടിപ്പോയൊരു ഗുഹയിൽ ഒളിച്ചിരിക്കുകയാണ്. അപ്പം സാവൂള് തിരിച്ചു വരുന്നുണ്ട്. ഇയാൾ തിരക്ക് കിടക്കുന്ന സാവൂള് രാജാവും പടന്മാരും തിരക്ക് കിടക്കുന്നു. ഈ ഗുഹയുടെ അകത്തിരിക്കുന്ന സമയത്ത് ഈ മനുഷ്യൻ മേലോട്ട് നോക്കും. എന്നിട്ട് ഇത് യഹോവയുടെ ചിറകായിട്ട് കാണും. അപ്പോൾ ഈ എന്തൊരു കാഴ്ചയാണ്! കണ്ടത് എന്താണ്ട് ഗുഹയാണ്, അതിൻ്റെ അകത്തിരിക്കുകയാണ്. പക്ഷെ മേലോട്ട് നോക്കുമ്പോൾ കറുത്ത കഴുകൻ ചിറക് വിരിച്ച് ഇവനെ സംരക്ഷിക്കുന്ന പോലെ തോന്നിയിട്ട് പറയും, വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളോ ഞാൻ അങ്ങയുടെ ചിറകിൻ്റെ കീഴിൽ അഭയം പ്രാപിക്കും. ഈ ഗുഹ നിൻ്റെ ചിറകാണ്, ഈ ചിറക് എന്നെ സംരക്ഷിക്കും. എന്തൊരു ബ്യൂട്ടിഫുള്ളാണ്! അതായത് അവിടെ മുകളിൽ എഴുതിയിട്ടുണ്ടേ, അതായത് ഗായസംഘത്തിൻ്റെ നേതാവിനെ നശിപ്പിക്കരുതേ എന്ന രാഗത്തിൽ ദാവീദിൻ്റെ ഗീതം സാവൂളിൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയപ്പോൾ ഗുഹയിൽ വെച്ച് പാടിയത്. മരണവേപ്രാളത്തിൽ ഓടുമ്പോഴും അവിടെ വെച്ച് കർത്താവിൻ്റെ ഗീതങ്ങൾ പാടുകയാണ്. 57 സങ്കീർത്തനം. അപ്പോൾ ഏത് കാലഘട്ടത്തിലും ഇതുപോലെ ഇങ്ങനെയുള്ള വിനാശകാലങ്ങൾ വരുമ്പോഴൊക്കെ സങ്കീർത്തനങ്ങൾ ഇതുപോലെ നമ്മൾക്ക് മുമ്പേ വിശ്വാസം ജീവിച്ചു പോയവരുണ്ട്. നമ്മൾക്ക് മുമ്പേ വിശ്വാസം ജീവിച്ചു പോയവരെല്ലാവരും, അതാണ് ദാവീദ് എന്ത് രസമായിട്ട് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ആരുടെ വചനത്തെ ഞാൻ പ്രകീർത്തിക്കുന്നുവോ ആ ദൈവത്തെ നിർഭയനായി ഞാൻ ആശ്രയിക്കുന്നു. ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഓരോ സമയത്തും ഇങ്ങനെ ലൈവായി നിർത്തുന്നത് ആരാണ്? മാധ്യമങ്ങളാണ്. പ്രശ്നം കെട്ടടങ്ങിയാലും അവർക്ക് റേറ്റിങ്ങിന് വേണ്ടി അവർ ആ വിഷയം പിന്നെയും കുത്തിക്കൊണ്ട് വരും. അപ്പം അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ അവനവൻ്റെ നിലനിൽപ്പിന് വേണ്ടി ആർക്കെല്ലാം നാടനെല്ലാം എന്തെല്ലാം സംഭവിച്ചാലും എപ്പോഴും ഇവിടെ ഇളക്കങ്ങളുണ്ടായിക്കൊണ്ടിരിക്കണം, വാർത്തയ്ക്കുള്ള വകുപ്പുണ്ടായിക്കൊണ്ടിരിക്കണം എന്നൊക്കെ നമ്മളൊരു പ്രത്യേക അവസ്ഥയിലാണ്.
ഒരു കാലത്ത് ഒരു പക്ഷേ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇനിയുള്ള കാലങ്ങളിലൊന്നും മാറത്തില്ല. കാര്യം വെറുതെ ഇരുന്നാലും വിവാദം ഉണ്ടാകുന്നൊരു കാലം ഉണ്ടാകും. ഇതുകൊണ്ട് തന്നെയാണ് ദാവീദിൻ്റെ ജീവിതം മുഴുവനും ഇതുപോലെ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കാലമാണ്. പക്ഷേ നിലപാടെന്താ? എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാലും ദാവീദ് പറയും, അങ്ങയുടെ ചിറകിൻ്റെ കീഴിൽ വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം ഞാൻ അങ്ങയുടെ ചിറകിൻ്റെ കീഴിൽ ശരണം പ്രാപിക്കുന്നു. ഇപ്പോൾ സഭയുടെ ശരണം എന്താണ്? ഒരു ഗുഹയാണ് കാണുന്നതെങ്കിലും വിശ്വാസി അതിനെ കർത്താവിൻ്റെ ചിറക് വിരിച്ചിട്ടിരിക്കുന്ന പോലെ അങ്ങ് പ്രഖ്യാപിക്കും. നീ എന്ത് പ്രഖ്യാപിക്കുന്നുവോ ദൈവത്തിൻ്റെ നാമത്തിൽ അത് നിനക്കതായി മാറും, നീ ആഗ്രഹിക്കുന്നതായി മാറും. നിൻ്റെ സങ്കടകാലത്ത് നീ എന്ത് പ്രഖ്യാപിക്കുന്നുവോ, ദൈവത്തിൻ്റെ സാന്നിധ്യമായിട്ട് നീ എന്ത് കരുതുന്നുവോ, അത് ദൈവത്തിൻ്റെ സംരക്ഷണമായി നിനക്ക് അനുഭവപ്പെടും. അത് ദൈവത്തിൻ്റെ പരിപാലനം മാത്രമല്ല, അത് നിൻ്റെ വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ പരിണത ഫലമാണ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ ഭാരം ജീവിത ക്ലേശവും സമ്മാനമായി യേശു ഏറ്റുവാങ്ങി. നമ്മുടെ ഭാരം ജീവിത ക്ലേശവും സമ്മാനമായി യേശു ഏറ്റുവാങ്ങി. നമ്മിലൊരാളും മുറിയാതിരിക്കുവാൻ നമ്മുടെ കുഞ്ഞാടും യാഗമായി. നമ്മിലൊരാളും മുറിയാതിരിക്കുവാൻ നമ്മുടെ കുഞ്ഞാടും യാഗമായി. ജീവിതം മുഴുവൻ ബലിയായണയ്ക്കുവാൻ ഉള്ളിലൊരത്താരം ഒരുക്കുന്നു ഞാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മിലൊരാളും മുറിയാതിരിക്കുവാൻ നമ്മുടെ കുഞ്ഞാടും ഒരുമിച്ച് പാടുക. നമ്മിൽ ആരും മുറിയാതിരിക്കുവാൻ. നമ്മിലൊരാളും മുറിയാതിരിക്കുവാൻ നമ്മുടെ കുഞ്ഞാടും യാഗമായി. ജീവിതം ഈ ജന്മം ബലിയായി നൽകാൻ ഞങ്ങൾ പണയുന്നു. നിൻ മുൻപിൽ സ്നേഹമോടെ കൈകൾ കൂപ്പുന്നു. പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, വ്യത്യസ്തങ്ങളായ രോഗികളെ കർത്താവിൻ്റെ തിരുസനെ സമർപ്പിക്കുകയാണ്. അച്ഛൻ ഓരോ രോഗികൾ പറയുമ്പോൾ ആ സ്ഥലങ്ങളിലെല്ലാം നിങ്ങളുടെ കൈകൾ വെക്കണം. നിങ്ങളുടെ കൈകൾ ഇപ്പോൾ കർത്താവിൻ്റെ കൈകളായി മാറുന്നു. ദാവീദ് സങ്കീർത്തനം നമ്മൾ വായിച്ചതാണ്. 57 സങ്കീർത്തനത്തിലെ കർത്താവെ ഗുഹയിലിരിക്കുന്ന സമയത്ത് ആ മനുഷ്യൻ ഗുഹയെ കർത്താവിൻ്റെ ചിറകായി വിശ്വാസത്താൽ പ്രഖ്യാപിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ദൈവപൈതലെ നിനക്കും പ്രഖ്യാപിക്കാം. നിൻ്റെ കൈകളെ കർത്താവിൻ്റെ കൈകളായിട്ട് നിനക്ക് പ്രഖ്യാപിക്കാം. എവിടെയാണ് രോഗം? നടുവിലാണ് രോഗമെങ്കിൽ, കിഡ്നി രോഗമാണെങ്കിൽ നടുവിൽ നീ കൈവെക്കണം. എന്നിട്ട് നിൻ്റെ കൈകളെ കർത്താവിൻ്റെ കൈകളാണെന്ന് നീ പ്രഖ്യാപിക്കണം. നീ പറയണം, ഇതെൻ്റെ കൈകളല്ല, ഞാൻ വിശ്വസിക്കണം എൻ്റെ ദൈവത്തിൻ്റെ കൈകളാണെന്ന് പറയണം. നീ ഹൃദ്രോഗിയാണെങ്കിൽ നെഞ്ച് കൈവെക്കട്ടെ, നീ കരരോഗിയാണെങ്കിൽ നെഞ്ച് കൈവെക്കട്ടെ, നീ ടൗൺസൈഡിൻ്റെ അസുഖമുള്ളവരാണെങ്കിൽ, തൈറോയ്ഡ് അസുഖമുള്ളവരാണെങ്കിൽ തൊണ്ടയിൽ കൈവെക്കട്ടെ, നീ ശിരസിൻ്റെ രോഗമുള്ളവരാണ് തലയിൽ കൈവെക്കട്ടെ. എൻ്റെ കർത്താവെ, നിന്നെ സർവാംഗൻ രോഗിയാണെങ്കിൽ നീ കൈകൾ പിണച്ചുകൊണ്ട് മുഴുവൻ ശരീരത്തെ ഉള്ളം കാലും മുതൽ ഉച്ചവരെ കർത്താവിനെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക.
കർത്താവ്, ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്ന രോഗികൾക്ക് വേണ്ടി മാത്രമല്ല ഈശോയെ, അനേകം ജീവിത ദുരിതങ്ങളുള്ളവരുണ്ട്, സാമ്പത്തിക കേടുകളുള്ളവരുണ്ട് കർത്താവെ, അതുപോലെ തന്നെ വ്യത്യസ്തമായ ജോലി തടസ്സങ്ങളുണ്ട് കർത്താവെ, പരീക്ഷ തടസ്സങ്ങളുണ്ട് കർത്താവെ, കുടുംബത്തിന് ഭാഗവോടുപടി നടക്കാതുള്ള കർത്താവെ, കുഞ്ഞുങ്ങളില്ലാതുള്ള കർത്താവെ, വിവാഹം ഒത്തുവരാതുള്ള കർത്താവെ, കള്ളക്കേസ് അകപ്പെട്ടുള്ള കർത്താവ്, മുഴുവൻ ജീവിത ദുരിതങ്ങൾ യേശുവിന് സമർപ്പിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, കൃപാസ്ഥാനം ജീവനുടെ പ്രത്യക്ഷയുടെ പരിശുദ്ധമ്മയുടെ മധ്യസ്ഥത്തിൽ ഇപ്പോഴുണ്ടാകുന്ന മാരക രോഗങ്ങൾ, ജീവിത ദുരിതങ്ങൾ, ശരീരത്തിൻ്റെ എല്ലാ അവസ്ഥകളും യേശു ക്രിസ്തു ഉന്നതമായ നാമത്തിൽ ഓരോ മനുഷ്യൻ ഉടമ്പടി വച്ചിരിക്കുന്ന ഓരോ കണ്ണീരിൻ്റെ അവസ്ഥകൾ, ജീവിത അവസ്ഥകൾ, അതുപോലെ തന്നെ ഉണ്ടാകുന്ന ഓരോ ശരണക്കേടുകൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 താങ്ക് യു ജീസസ് ഹല്ലേലൂയ 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 യേശുവേ ആരാധന ഹല്ലേലൂയ 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 യേശുവേ മഹത്വം 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 ഹല്ലേലൂയ 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 യേശുവേ നന്ദി 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 ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 ആരാധന 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 ഹല്ലേലൂയ 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 യേശുവേ മഹത്വം 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 ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 യേശുവേ നന്ദി 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 ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 യേശുവേ മഹത്വം 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 ആരാധന ആരാധന ഹല്ലേലൂയ പരിശുദ്ധ ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.